റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്താ? ന്യൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ്. താഴെ ഒരു 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ നോക്കി ആൻസർ ഓപ്ഷനുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഗ്രാമറൊക്കെ കറക്റ്റാക്കിയിട്ട് വേണം എഴുതാൻ. അതിൽ 1ാമത്തെ ചോദ്യം. അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓപ്ഷനുകൾ നോക്കാം. ത്വാവിലാത്തിൻ, മേശകൾ എന്നർത്ഥം. 12 ഷഹ്റൻ, 12 മാസം. ഔലാദ് എന്ന് പറഞ്ഞാൽ മറ്റേ ആൺകുട്ടികൾ എന്ന് പറയാം അല്ലേ. മുഖ്ലിസൂൻ, ഇഖ്ലാസുള്ളവർ അല്ലെങ്കിൽ നിഷ്കളങ്കർ എന്നൊക്കെ പറയാം. സഗീറത്തൈൻ പറഞ്ഞാൽ ചെറിയ 2 പെൺകുട്ടികൾക്കാണ് സഗീറത്തൈൻ എന്ന് പറയാം. പിന്നെ ലാ യക്ദിബ് പറഞ്ഞാൽ കളവ് പറയുകയില്ല എന്നാണ്. ഓരോന്നിനേക്കും നമുക്ക് യോജിപ്പിക്കാം. 1ാമത്തത് അസ്സനത്തു, ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? നമുക്കറിയാം 12 ഷഹ്റൻ, അതാണ് അതിൻ്റെ ആൻസർ. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണല്ലോ. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ 12, ഷഹ്റൻ എന്ന് പറഞ്ഞാൽ മാസം. അസനത്തു അവിടെ അതിനോട് യോജിക്കുന്നത് 12 ഷഹ്റൻ എന്നാണ്. 2ാമത്തത് അർബഅത്തു, ഇനി അതിനോട് യോജിക്കുന്നത് ഏതാണ്? ഈ അർബഅത്തു എന്നുള്ളത് അദദാണ് അല്ലേ. അദദിൽ ഇവിടെ അദദ് ലാസ്റ്റ് ഇവിടെ താ ഉണ്ടായതുകൊണ്ട് മനസ്സിലാക്കുക അത് മുഅന്നസാണ്. താ ഉണ്ടായതുകൊണ്ട് അത് മുഅന്നസാന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? ഇനി വരാൻ പോകുന്ന മഅദൂദ് എന്താവണം? മുദക്കറാവണം. അങ്ങനെയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുദക്കർ മഅദൂദ് ഏതാ ഉള്ളത്? എന്താ? ഔലാദിൻ എന്നുണ്ട്. അർബഅത്തു ഔലാദിൻ, 4 ആൺകുട്ടികൾ എന്നർത്ഥം വരും. ഇനി 3ാമത്തത് അർബഊനാണ്. അഥവാ ഈ ഇത് അദദാണ്. അർബഊ എന്നുള്ളത് അദദാണല്ലോ. അത് മുദക്കറാണ്, കാരണം ഇവിടെ താ ഇല്ല. അപ്പോൾ മുദക്കറാന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി വരാൻ പോകുന്ന മഅദൂദ് മുഅന്നസ് ആവണം. ഓപ്പോസിറ്റ് നിയമമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 3 മുതൽ 10 വരെ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അർബഉ എന്താണ്? അവിടെ എന്താ? മുഅന്നസായ ഒരു മഅദൂദ് ഉള്ളത് ത്വാവിലാത്തിൻ എന്നാണ്. അപ്പോൾ ഇവിടെ ത്വാവിലാത്തിൻ എന്നാണ് ചേർക്കേണ്ടത്. ത്വാവിലാത്തിൻ, 4 മേശകൾ എന്നർത്ഥം. ഇനി 4ാമത്തത് അർറജുലുൽ മുഅ്മിനു, മുഅ്മിനായ ഒരു മനുഷ്യൻ. അവൻ എന്ത് ചെയ്യൂല? എന്താണ് അതിൻ്റെ ആൻസർ? ലാ യക്ദിബു, കളവ് പറയൂല എന്നാണ്. അർറജുലുൽ മുഅ്മിനു ലാ യക്ദിബു, മുഅ്മിനായ ഒരാൾ കളവ് പറയൂല എന്ന് പറയാം. 5 സല്ലംതു അലാ ബിൻതൈനി ഡാഷ്, സല്ലംതു ഞാൻ സലാം പറഞ്ഞു, അലാ ബിൻതൈനി 2 പെൺകുട്ടികളുടെ മേൽ. എങ്ങനത്തെ പെൺകുട്ടികളാ? എന്താ? സഗീറത്തൈനി എന്നാണ് അതിൻ്റെ ഇവിടെ ചേർക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നഅത്ത് മൻഊത്ത് പഠിച്ചല്ലോ. ബിൻതൈനി സഗീറത്തൈനി അതാണ് വരുന്നത്. നേരത്തെ 4ാമത്തേൽ അർറജുലുൽ മുഅ്മിനു എന്ന് പറഞ്ഞതും നഅത്ത് മൻഊത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നഅത്ത് മൻഊത്തിനോട് ഇറാബിലൊക്കെ തുടരും. മുദക്കർ, മുഅന്നസ്, മുഫ്രദ്, മുസന്ന, ജംഅ, ഈ കാര്യങ്ങളിലൊക്കെ തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബിൻതൈനി മുസന്നയാണ്, മുഅന്നസാണ്. അതേപോലെ ഇപ്പോൾ സഗീറത്തൈനി അതന്നെയായി, മുസന്ന മുഅന്നസായി. ഇനി 6ാമത്തത് ജാ അൽ മുഅ്മിനൂന, വിശ്വാസികൾ വന്നു. എങ്ങനത്തെ വിശ്വാസികളാണ് വന്നത്? അൽ മുഖ്ലിസൂന എന്നാണ്. ഇതും നഅത്ത് മൻഊത്തിൻ്റെ ഉദാഹരണമാണ് അല്ലേ. മുഅ്മിനൂന, മുഖ്ലിസൂന, കണ്ടില്ലേ? ജാ അൽ മുഅ്മിനൂനൽ മുഖ്ലിസൂന, ഇഖ്ലാസുള്ള നിഷ്കളങ്കരായ വിശ്വാസികൾ വന്നു എന്നർത്ഥം പറയാം. അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് ചേർക്കേണ്ടത്. ഇനി 2ാമത്തെ ഒരു ആക്ടിവിറ്റി നുമയ്യിസുൻ നഅത്ത വൽ മൻഊത്ത മിമ്മാ യഅതി എന്നാണ്. താഴെ ഒരു 3 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നഅത്ത് മൻഊത്ത് വേർതിരിക്കാനാണ്. നഅത്തൊക്കെ പിടുക്കുക ചെയ്ത, മൻഊത്തൊക്കെ പിടുക്കുക ചെയ്ത. അതിൽ 1ാമത്തത് ഹുവ വലതുൻ സ്വാലിഹുൻ, ഹുവ അവൻ, വലതുൻ സ്വാലിഹുൻ നല്ല ഒരു ആൺകുട്ടിയാണ് എന്നാണ് അല്ലേ. ഈ വലതുൻ സ്വാലിഹുൻ ഒരേപോലുള്ള 2 നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി നോക്കുക. അതാണ് നഅത്ത് മൻഊത്തായിട്ട് വരിക. അങ്ങനെ വരുന്നതിൽ, ഒരേപോലുള്ള 2 വരുന്നതിൽ 1ാമത്തത് ആദ്യം വരുന്നത് മൻഊത്തായിരിക്കും, 2ാമത് വരുന്നത് നഅത്തായിരിക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക? നഅത്ത് ഏതാണ്? നഅത്ത് 2ാമത് വരുന്നതാണ്. അപ്പോൾ സ്വാലിഹുൻ എന്നാണ്. സ്വാലിഹുൻ അഥവാ സ്വാലിഹുൻ എന്ന് പറഞ്ഞാൽ നല്ല, വലുത് പറഞ്ഞാൽ കുട്ടി, ആൺകുട്ടി എന്നൊക്കെ പറയാം.
പിന്നെ അതിൽ ഈ സ്വാലിഹ് എന്നുണ്ടല്ലോ, അത് ഈ വലതിൻ്റെ വിശേഷണമാണ് സ്വാലിഹ്. വലത് പറഞ്ഞാൽ കുട്ടി എങ്ങനത്തെ കുട്ടിയാണ്? നല്ല കുട്ടിയാണ്. അപ്പോൾ ആ വിശേഷണം പറയുന്നതിന് എന്താ നഅത്ത് എന്നും, എന്തിനെക്കുറിച്ചാണോ പറഞ്ഞത് അതിനെ മൻഊത്ത് എന്നുമാണ് പറയാം. അപ്പോൾ ഇവിടെ വലതുൻ സ്വാലിഹ് എന്നുള്ളത് സ്വാലിഹുൻ എന്നുള്ളത് നഅത്താണ്, വലതുൻ എന്നുള്ളത് മൻഊത്താണ്. ഇനി അടുത്തത് നദുറുസുൽ യൗമ ദർസൻ ജദീദ് എന്നാണ്. നദുറുസു നാം പഠിക്കും, അൽ യൗമ ഇന്ന്, ദർസൻ ജദീദൻ പുതിയ പാഠം. നോക്കൂ, ദർസൻ ജദീദൻ കണ്ടില്ലേ, ഒരേപോലുള്ള ആ രണ്ടെണ്ണം, ദർസൻ ജദീദൻ. അതിൽ ജദീദൻ എന്നുള്ളതാണ് നഅത്ത്, പുതിയ. ഈ ദർസ് എന്നുള്ളതിൻ്റെ ഈ പാഠത്തിൻ്റെ വിശേഷനാണ് ഈ പറയുന്നത് ജദീദ് എന്നുള്ളത്. അപ്പോൾ ജദീദ് എന്നുള്ളത് നഅത്തും ദർസൻ എന്നുള്ളത് മൻഊത്ത് ആണ് വരിക. പിന്നെ മൂന്നാമത്തത് ഇംതല അൽ മാഉ ഫിൽ ബിഇരി ബിൽ മത്വരി ഷദീദി എന്നാണ്. ഇംതല അൽ മാഉ വെള്ളം നിറഞ്ഞു, ഫിൽ ബിഇരി കിണറ്റിൽ. എന്തുകൊണ്ടാണ് വെള്ളം നിറഞ്ഞത്? ബിൽ മത്വരി ഷദീദി എന്നാണ്. ബിൽ മത്വരി ഷദീദി, ശക്തമായ മഴ കൊണ്ട്. ഷദീദ് ശക്തമായ, മത്വർ മഴ. അപ്പം നഅത്ത് മൻഊത്ത് വരുന്നത് ഈ മത്വരി ഷദീദിലാണ്. മത്വരി ഷദീദി കണ്ടില്ലേ, ഒരേപോലെ വരും. ഈ ഇറാബിലൊക്കെ രണ്ടും ഒരേപോലെ പിന്തുടരുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷദീദി എന്നുള്ളതാണ് നഅത്ത്. ഷദീദി അതാണല്ലോ ശക്തമായ മഴ. ഈ മഴ എന്നുള്ളതിൻ്റെ വിശേഷനാണ് ഷദീദ് പറയുന്നത്. അപ്പോൾ ഷദീദാണ് നഅത്ത്. പിന്നെ മത്വർ എന്നുള്ളത് എന്താണ്? മത്വർ മൻഊത്താണ്. അപ്പോൾ നമുക്കിങ്ങനെ വേർതിരിക്കാം. ഇങ്ങനെ മറ്റേ വേർതിരിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരേപോലെ കാണുന്ന രണ്ടെണ്ണം അങ്ങോട്ട് നോക്കിയിട്ട് അതിൽ ആദ്യത്തേത് മൻഊത്തായിരിക്കും, രണ്ടാമത് വരുന്നത് നഅത്തായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് നക്തുബുൽ മജ്ഹൂല ലിൽ അഫ്ആലിൽ ആത്തിയ, ശേഷം പറയുന്നതിൻ്റെ മജ്ഹൂല് എഴുതാനാണ്. അതിൽ മാളി ഉണ്ടാവും, മുളാരിയൊക്കെ ഉണ്ട്. മാളിൻ്റെ മജ്ഹൂൽ എങ്ങനെ ഉണ്ടാക്കും, മുളാരിൻ്റെ മജ്ഹൂൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് യഗ്ഫിറു ആണ്. യഗ്ഫിറു അതിൻ്റെ മജ്ഹൂലാക്കാൻ ഒന്നുമില്ല, ഫസ്റ്റത്തെ മുളാരത്തിൻ്റെ ഹർഫുണ്ടല്ലോ, മുളാരി എന്ന് തെളിയിക്കാനുള്ള ഒരു ഹർഫ്, അതാണ് ഫസ്റ്റത്തത് ഇക്കാര്യം. അതിന് ലൊമ്മ് ചെയ്യുക. പിന്നെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ളതുണ്ടല്ലോ, അത് ഇവിടെ അവസാനത്തെ അക്ഷരം റ ആണ്, അതിൻ്റെ മുമ്പുള്ളത് ഫ ആണ്, അതിന് ഫതഹ് കൊടുക്കുക. അപ്പോൾ യഗ്ഫിറു എന്നുള്ളത് എന്താവും? യുഗ്ഫറു എന്നാവും. അപ്പോൾ മുളാരിയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. യഗ്ഫിറു എന്നുള്ളത് യുഗ്ഫറു എന്നാവും. ഇനി രണ്ടാമത്തത് ഗാളയാണ്. ഗാളനെ നമ്മളെങ്ങനെ മജ്ഹൂലാക്കും? ഗീള എന്നാണ് ആക്കുക. ഗീള നീട്ടാനുള്ളതാവുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗാള അതിൽ അലിഫ് വരുന്നുണ്ടല്ലോ, അലിഫും വാവും യാ ഒക്കെ വരുമ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഗാളൻ്റെ മജ്ഹൂൽ ഗീള. ഇനി മൂന്നാമത്തത് യംനഉ. യംനഉ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക? മുളാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കുക, അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് ഫതഹ് കൊടുക്കുക. എന്താ ബാക്കിയൊക്കെ വേറെ ഒന്നും മാറ്റാനില്ല. അപ്പോൾ യംനഉ യുംനഉ ആവും. പിന്നെ നാലാമത്തത് യഅ്കുലു ആണ്. യഅ്കുലു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ? മുളാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മ കൊടുത്തു. ഇതാ ബാക്കി അതേപോലെ അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരം കാഫാണ്, അതിന് ഫതഹ് കൊടുക്കുക. അപ്പോൾ യഅ്കുലു എന്നുള്ളത് യുഅ്കലു എന്നായി. സഅല മാളിയാണ്, അതിനെ മജ്ഹൂലാക്കാൻ സിമ്പിളാണ്. ഫസ്റ്റത്തെ അക്ഷരത്തിന് ലൊമ്മ്, രണ്ടാമത്തെ അക്ഷരത്തിന് കസ്റ്, മൂന്നാമത്തെ അക്ഷരത്തിന് ഫതഹ്. ആ ഒരു ഓർഡറിലാണ് മനസ്സിലാക്കിയാൽ മതി. ലെഫ്റ്റ് നിന്നാണെങ്കിൽ അഥവാ മാളി കറക്റ്റ് മൂന്നക്ഷരമുള്ളതാണെങ്കിൽ, സഅല ഫഅല കതബ ജലസ പോലൊക്കെ ആണെങ്കിൽ ഫസ്റ്റത്തെ അക്ഷരത്തിന് ലൊമ്മ്, രണ്ടാമത്തെ അക്ഷരത്തിന് കസ്റ്, മൂന്നാമത്തെ അക്ഷരത്തിന് ഫതഹ്. ആ ഒരു രൂപത്തിലാണ് വരിക. അപ്പോൾ സഅല എന്താവും? സുഇലായി മാറും. ഇനി ആറാമത്തത് യഅ്മുറു ആണ്. യഅ്മുറു എന്താകും? മുളാരിയാണ്. ഫസ്റ്റ് ലൊമ്മ്, മുളാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മ കൊടുത്തു. ബാക്കി അതേപോലെ അവസാനത്തിൻ്റെ മുമ്പുള്ളത് മീമാണ്, അതിന് ഫതഹ് കൊടുക്കുക. ബാക്കി അതേപോലെ. അപ്പോൾ യഅ്മുറു എന്നുള്ളത് മജ്ഹൂലാക്കുമ്പോൾ യുഅ്മറു എന്നാകും. ഇനി നാലാമത്തെ ആക്ടിവിറ്റി യുസരിഫു, സർഫാക്കാനാണ്. അതിൽ ഒന്നാമത്തത് ലാ തജ്ലിസീന എന്നാണ്. ലാ ഇത് ഏതാണ് വരിക? ലാ യജ്ലിസു, ലാ യജ്ലിസാനി, ലാ യജ്ലിസൂന, അത് കഴിഞ്ഞു. പിന്നെ ലാ തജ്ലിസു, ലാ തജ്ലിസാനി, ലാ യജ്ലിസ്ന, അതും കഴിഞ്ഞു. അടുത്തത് ലാ തജ്ലിസു, ലാ തജ്ലിസാനി, ലാ തജ്ലിസൂനും കഴിഞ്ഞു. ഒന്നുമല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്ത മുഅന്നസാണ്, ഹാളിറിലെ മുഅന്നസാണ്. ലാ തജ്ലിസീന,
പിന്നെന്താ ചേർക്കേണ്ടത്? ലാ തജ്ലിസാനി എന്നാണ് ചേർക്കേണ്ടത്. ലാ തജ്ലിസാനി. പിന്നെ ലാ തജ്ലിസ്ന, അതിൻ്റെ ജംഅ് ലാ തജ്ലിസ്ന. പിന്നെ അതിൻ്റെ മുഫ്രദ് മുത്തക്കല്ലിം, ഇവിടെ ലാ നജ്ലിസു എന്നുള്ള ജംഅ് മുത്തക്കല്ലിമുണ്ട്. മുഫ്രദ് മുത്തക്കല്ലിം എന്താ വരിക? ലാ അജ്ലിസു എന്നാ വരിക. ലാ അജ്ലിസു, ലാ നജ്ലിസു എന്നിവിടെ ഉണ്ട്. ഇനി രണ്ടാമത്തത് സീരി. ഇതേതാ? സിർ, സീറ, സീറു കഴിഞ്ഞിട്ടുള്ള സീരി. പിന്നെ എന്താ വരിക? സീറ എന്നാണ് അതിൻ്റെ മുസന്ന വരിക. സീറ. സിർന എന്നാണ് അതിൻ്റെ ജംഅ് വരിക. സിർന. സിർ, സീറ, സീറു, സീരി, സീറ, സിർന. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മുരി എന്നിവിടെ ഉണ്ട്. എന്താണ്? മുർ, മുറ, മുറു. പിന്നെ മുരി, മുറ അതിൻ്റെ മുസന്ന, മുർന എന്നുള്ള അതിൻ്റെ ജംഅ്. മുർ, മുറ, മുറു, മുരി, മുറ, മുർന. കണ്ടില്ലേ? ഇനി മൂന്നാമത്തത് ലാ തക്ദിബ്. ലാ തക്ദിബ്. പിന്നെ ലാ തക്ദിബ എന്നാണ്. ലാ തക്ദിബ. പിന്നെ അതിൻ്റെ ജംഉം കൂടി ഉണ്ട്. ലാ തക്ദിബു എന്നാണ്. ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ലാ തക്ദിബ് കഴിഞ്ഞിട്ട് ലാ തക്ദിബാനി നൂനൊക്കെ കൂട്ടി എഴുതും. നൂന് കൂട്ടി എഴുതരുത്. ഇവിടെ ലാ തക്ദിബ് സുക്കൂന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യരുത്? നൂന് കൂട്ടരുത്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അപ്പോൾ ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബു കഴിഞ്ഞിട്ട് ലാ തക്ദിബി കഴിഞ്ഞിട്ട് പിന്നെയും ലാ തക്ദിബ എന്നാണ് അതിൻ്റെ മുസന്ന. ലാ തക്ദിബ. പിന്നെ അതിൻ്റെ ജംഅ് ലാ തക്ദിബ്ന എന്നാണ്. ലാ തക്ദിബ്ന. ഇനി അഞ്ചാമത്തത് നുതമ്മിമു ബിഅദദി മുനാസിബിൻ. യോജിച്ച എണ്ണം കൊണ്ട് പൂരിപ്പിക്കാനാണ്. ഇവിടെ ഒന്നാമത്തത് ഫി മദ്രസത്തി, എൻ്റെ മദ്രസയിൽ ഡാഷ് ഉസ്താദൻ. ഉസ്താദുണ്ട്. എത്ര ഉസ്താദുണ്ട്? അതിനിവിടെ ഒരു സംഖ്യ എഴുതണം. ആ സംഖ്യ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദൻ എന്നുള്ളത് മഅദൂദാണ്. ഇത് മുദക്കറാണ് അല്ലേ? നമ്മൾ പുസ്തകത്തിലുള്ളത് തന്നെ എഴുതുകയാണെങ്കിൽ എന്താണ്? അഹദ അഷറ എന്നാണ്. അഹദ അഷറ ഉസ്താദൻ അങ്ങനെയുള്ള പുസ്തകത്തിലുള്ളത്. അഥവാ അവിടെ മഅദൂദ് മുദക്കറാണ്. അദദും എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് മുദക്കറാവണം. 11ഉം 12ഉം അങ്ങനെയാണ് നിയമം. രണ്ടാമത്തത് റഅയ്തു, ഞാൻ കണ്ടു, ഡാഷ് ഖിത്തൻ, പൂച്ചനെ കണ്ടു. ഇനി അവിടെ ഏത് സംഖ്യയാണ് ചേർക്കേണ്ടത്? ഇവിടെ പുസ്തകത്തിലുള്ളത് 13ആണ് പുസ്തകത്തിൽ പറയുന്നത്. ഈ ഖിത്തൻ എന്നുള്ളത് മഅദൂദ് എന്താണ്? മുദക്കറാണ്. അപ്പോൾ അദദിലെ ഒറ്റ ഏതാണോ അതിനെ നമ്മൾ മുഅന്നസാക്കണം. അപ്പോൾ ഇവിടെ 13ന് സലാസത്ത അഷറ എന്നാക്കേണ്ടി വരും. സലാസത്ത അഷറ. അഥവാ ഖിത്തൻ എന്നുള്ളത് മുദക്കറാണല്ലോ. അപ്പോൾ അതിൻ്റെ ഖിത്തൻ എന്നുള്ളത് മഅദൂദാണ്, അത് മുദക്കറ. അപ്പോൾ അതിൻ്റെ അദദിൽ ഒറ്റയും 10ഉം ഉണ്ട്. ഈ സലാസത്ത് 3 ഒറ്റ. അഷറ എന്നുള്ളത് 10. അതിലെ ഒറ്റയാണ് മുഅന്നസാക്കേണ്ടത്. ഇവിടെ മുഅന്നസാക്കിയിട്ടുണ്ട്, താന്ന് കൊടുത്തല്ലോ. ഇനി ഈ ഖിത്തൻ എന്നുള്ളിടത്ത് പിന്നെ വേറെ ഹിറത്തൻ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, താ ഉള്ളതാണെങ്കിൽ മുഅന്നസാണെങ്കിൽ, ഇപ്പോൾ ഉള്ളത് മുദക്കറാണ്, അതിൻ്റെ മുഅന്നസാണെങ്കിൽ ഈ മറ്റേ അദദിലെ ഈ ഒറ്റ ഉണ്ടല്ലോ, ഇതിൽ ഈ താഇനെന്തുണ്ടാവില്ല? അത് താ ഉണ്ടാവില്ല എന്നർത്ഥം. സലാസ എന്നാണ് വരിക. ഇനി വേറെ മൂന്നാമത്തെ നോക്കൂ. ഫി ഉസ്രത്തി അമ്മി. ഫി ഉസ്രത്തി അമ്മി. അപ്പോൾ ഫി ഉസ്രത്തി അമ്മി, എൻ്റെ പിതൃ സഹോദരൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എളാപ്പാൻ്റെ വീട്ടിൽ ഡാഷ് ഉളുവൻ, എത്ര അംഗങ്ങളുണ്ട്? നമ്മൾ പുസ്തകത്തിൽ 16ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഉളുവൻ എന്നുള്ള ഈ മഅദൂദ് മുദക്കറാണ്. അപ്പോൾ നമ്മൾ 16ലെ ആ ഒറ്റ ഉണ്ടല്ലോ, ഒറ്റയെ മുഅന്നസാക്കണം. ദാ സിത്തത്ത കൊടുത്തു. അഷറ അതേപോലെ തന്നെ. ഇത് സിത്തത്ത അഷറ ഉളുവൻ, ഇത് മുദക്കറാണ്. ഇവിടെ താ ഒന്നുമില്ല. അപ്പോൾ എണ്ണത്തിലെ താഇനെന്ത് ചെയ്യണം? എണ്ണത്തിലെ ആ ഒറ്റയെ മുഅന്നസാക്കണം എന്നർത്ഥം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ ഇന്ദ ഉമ്മി, എൻ്റെ ഉമ്മയുടെ അടുത്ത് ഡാഷ് ഖിലാദത്തൻ, എത്ര മാലകളുണ്ട് എന്നാണ്? മാലുണ്ട് 30ആണ്. അത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇഷറൂനും സലാസൂനൊക്കെ അതേപോലെ തന്നെ. ഇത് സലാസൂന ഖിലാദത്തൻ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അടുത്തത് നുജീബ്, ഉത്തരം എഴുതാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം അന്നഹിയു
നൗആനി മാഹുമ. നഹിയ് നൗആനി 2 വിധമാണ്. മാഹുമ അതേതൊക്കെയാണ്? അതേതാ? ഒന്നാമത്തത് അന്നഹിയുൽ ഹാളിറു അല്ലേ, നഹിയ് ഹാളിറാണ്. അപ്പോൾ അന്നഹിയുൽ ഹാളിറു എന്ന് എഴുതാം 1. 2 അന്നഹിയുൽ ഗായിബു, നഹിയ് ഹാളിർ നഹിയു ഗായിബ് അങ്ങനെ എഴുതാം. 2 അൽ ജുംലത്തുൽ ഇസ്മിയത്തു മാഹിയ, ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം എന്താ? അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ അങ്ങനെ എഴുതാം. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ അതാണ് ആൻസർ. അറബി അറിയുന്നവർ അങ്ങനെ തന്നെ എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അറബി മലയാളത്തിൽ എഴുതാം. എന്താണ്? ഇസ്മ കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലകൾ, അല്ലെങ്കിൽ ഇസ്മ കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംല അങ്ങനെ എഴുതാം. ഇനി മൂന്നാമത്തത് കൈഫ യുൻഷഉ നഹിയുൽ ഗായിബു മിൻ യക്തുബു. യക്തുബു എന്നുള്ളതിലെ നഹിയു ഗായിബ് എങ്ങനെയാണ് ഉണ്ടാക്കുക? അതെങ്ങനെയാണ് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം. ബി വൽഇ ലാ ഫി അവ്വലിഹി വബി ജസ്മി ആഖിരിഹി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒന്ന് എഴുതി തരാം. ബി വൽഇ ലാ ഫി അവ്വലിഹി വബി ജസ്മി ആഖിരിഹി. ബി വൽഇ ലാ എന്നുള്ളതിനെ വെക്കണം. എവിടെ? ഫി അവ്വലിഹി, ആ ഫീലിൻ്റെ ഏതാണോ ഫീൽ അതിൻ്റെ തുടക്കത്തിൽ ലാ എന്ന് വെക്കണം. പിന്നെ വബി ജസ്മി ആഖിരിഹി, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ജസ്മ് ചെയ്യണം. ജസ്മി ചെയ്യാൻ സുക്കൂൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ യക്തുബു എന്നുള്ളതിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താ വരിക? ഞാൻ യക്തുബു എന്ന് ആദ്യം ഇവിടെ ജസ്റ്റ് ചെയ്താണ്. യക് തുബു ഇതാണല്ലോ നഹിയു ഗായിബാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ബി വൽഇ ലാ ഫി അവ്വലിഹി, ആദ്യം ലാ എന്നുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലാ എന്ന് ഫസ്റ്റ് ചേർക്കുക. പിന്നെന്താ ചെയ്യേണ്ടത്? ഒബി ജസ്മി ആഖിരിഹി, അതിൻ്റെ അവസാനത്തിന് സുക്കൂൻ ചെയ്യുക. അവസാനത്തെ അക്ഷരം ബ ആണ്, അതിനിവിടെ ലൊമ്മാണുള്ളത്, അത് സുക്കൂനാക്കി കൊടുക്കുക. അപ്പോൾ ലാ യക്തുബ് എന്നായി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തത് കൈഫ യുക്കവ്വനുൽ അമ്രുൽ ഗായിബ്. അമ്രു ഗായിബ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അമ്രു ഗായിബ് ഉണ്ടാക്കുക എങ്ങനെയാണ്? ബി സിയാദത്തി ലാമിൻ മക്സൂറത്തിൻ ഫി അവ്വലിൽ മുദാരി വ സുക്കൂനിൽ ആഖിരി എന്നാണ്. എങ്ങനെയാണ്? ബി സിയാദത്തി ലാമിൻ മക്സൂറത്തിൻ ഫി അവ്വലിൽ മുദാരി, മുദാരി ആയ ഫീലിൻ്റെ ആദ്യത്തിൽ കസറുള്ള ലാമിനെ, ലാമിൻ മക്സൂറത്തിൽ എന്ന് പറഞ്ഞാൽ കസറുള്ള ലാമിനെ വർദ്ധിപ്പിക്കൽ കൊണ്ടും വസുക്കൂനിൽ ആഖിരി അവസാനത്തതിന് സുക്കൂന് ചെയ്യൽ കൊണ്ടും എന്നാണ്. അപ്പോൾ അറബി കഴിയുന്നപോലെ അങ്ങനെ തന്നെ എഴുതുക, അല്ലെങ്കിൽ അറബി മലയാളം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇനി അടുത്തത് അവസാനത്തെ ആക്ടിവിറ്റി നുത്തർജിമു, പരിഭാഷപ്പെടുത്താനാണ്, അർത്ഥം എഴുതാൻ. ഇവിടെ ഒരു ചോദ്യമുള്ളൂ. നഖ്റഉ കുല്ല ലൈലത്തിൻ സൂറത്ത യാസീൻ എന്നാണ്. ഇങ്ങനെ അർത്ഥം എഴുതാനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക? ഓരോ വാക്കുകളെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് കൂട്ടി യോജിപ്പിച്ച് ചെയ്താൽ മതി. നഖ്റഉ എന്ന് പറഞ്ഞാൽ ഞങ്ങളോതും എന്നാണല്ലോ, അത് ജംഉ മുത്തക്കല്ലിമാണ്, ഞങ്ങളോതും. കുല്ല എന്ന് പറഞ്ഞാൽ എല്ലാ, ഓൾ എന്നുള്ള അർത്ഥം. ലൈലത്ത് പറഞ്ഞാൽ രാത്രി. സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ സൂറത്ത് യാസീൻ. അപ്പോൾ എങ്ങനെ വരിക? എല്ലാ രാത്രിയിലും ഞങ്ങൾ സൂറത്ത് യാസീൻ ഓതും അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ ഞങ്ങളോതും അങ്ങനെയൊക്കെ എഴുതാം. ഞാനിവിടെ എല്ലാ രാത്രിയിലും സൂറത്ത് യാസീൻ ഞങ്ങളോതും എന്ന് എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.